ഹലോ കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിൽ സോയാബോളിൻ്റെ റെസിപ്പി തരുമോയെന്ന് എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സോയാബോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ അതൊന്ന് ഞമ്പിടി പിഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഒരു 3-4 വട്ടം കഴുകിയെടുക്കണേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ സോയാബോളാണ്. ഇനിയിപ്പോൾ വലിയ സോയാബോൾ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് വെക്കുന്നത്. എണ്ണയിലൊക്കെ കോരി എടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും രണ്ടാകും. പക്ഷേ ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല. ഈ രീതിക്കാണ് ഞാൻ ഇപ്പോഴും തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ അടുപ്പിലേക്ക് ചട്ടി വെച്ച് ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും പിന്നെ കുറച്ച് സവോള, ചെറിയ 1.5 സവോളയാണ് എടുത്തിരിക്കുന്നത്, അതും കൊത്തിയരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. എന്നിട്ട് അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. സവോളയും തക്കാളിയും എല്ലാം വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയുടെ പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാലപ്പൊടി വേണ്ടവർക്ക് അത് ചേർക്കാം. പിന്നെ മസാലയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ സവോള വഴറ്റുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന സോയാബോൾ എല്ലാം കൂടി എടുത്ത് തട്ടി കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ലപോലെ സോയാബോളിലേക്ക് പിടിച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കുക ഒരു 2-3 മിനിറ്റ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിനും കൂടി ഒന്ന് വെച്ചേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സോയാബോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്